വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യർ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളേക്കൊന്ന് വിഘടിച്ച് നമ്മളങ്ങനെ ചീത്ത രണ്ടു കൂട്ട് മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ സ്വറ്റായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികച്ചു. അപ്പോൾ 2 മൂലയന്മാര് വരുന്നത് അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ നിന്ന് പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രിയുടെ അടുത്ത് മന്ത്രിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ ഇതൊക്കെ എന്താണ് തീരെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക്. പണ്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്പം സഹിക്കാൻ പറ്റുന്നില്ല. മന്ത്രിക്ക് കൃത്യമായിട്ട് നിലപാടുള്ളത് കൊണ്ടാണ് 2 ഉസ്താദുമാരെയും ബഹുമാനിച്ചു കൊണ്ടുപോയത്. നിങ്ങൾക്ക് നിലപാടോ അല്ലെങ്കിൽ ഒരു സംസ്കാരവും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. പണ്ടേ നിങ്ങൾക്ക് ഉസ്താദുമാരെ കണ്ടുകൂടാ, സുന്നി കണ്ടുകൂടാ. നിങ്ങളുടെ ഉപ്പയും അങ്ങനെയാണ് ചെയ്തത്, നിങ്ങളും അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾക്കൊരു പരിഭവവും ഇല്ല. പക്ഷേ ഈ കാലത്തും വേണോ ഇനിയും ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ് വെറുതെ നാണക്കേടാവേണ്ട ആവശ്യമുണ്ട്? അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് മഹല്ലുകളിൽ സംഘടനകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടെന്നറിയോ? ഇവരെ പോലുള്ള ആളുകൾക്ക് ഭരണമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയം പറയലല്ല. പക്ഷേ ഒരു അടികൂടലും ഇല്ലാതെ സംഘടനവും ഇല്ലാതെ മഹല്ലുകൾ സന്തോഷത്തോടെ പോയത് ഇത്തരക്കാർക്ക് ഭരണമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇനിയും നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് തന്നെയാണ് ഇരിക്കാൻ ആഗ്രഹം?